സാധനം ഇന്ന് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കയറ്റി തന്ന ബോർഡാണ് ഈ കാണുന്നത്. ഇത് ഒരു ടോൾ മാത്രമല്ല, ഈ രാജ്യത്ത് ഇനി 11 ടോളാണ് ഈ സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. അതായത് തനി ചാണകങ്ങളിന് ഞാനും ചാണകം നീയും ചാണകം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മളെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിത് ചിലപ്പോൾ ഈ ചാണകം തിന്നണവർക്ക് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ലോറി സാധാരണ പാവപ്പെട്ട ലോറി ഡ്രൈവർമാരൊക്കെ രാവിലെ മുഴിച്ച് വൈകുന്നേരം വരെ ഓടി ടാക്സും കെട്ടി ഇൻഷുറൻസും കെട്ടി ഒക്കെ പോകുമ്പോഴും എങ്ങനെയാണ് അതിൻ്റെ പുറകിൽ വലിയൊരു കൊള്ള നടക്കുന്നുണ്ട്. 17,235 രൂപ അവർക്ക് വരുന്നുണ്ട്. അതിലും വലിയ വണ്ടികൾക്ക് 665 രൂപയാണ്. ഇതൊക്കെ ചരക്ക് ഗതാഗതം നടത്തുന്ന വണ്ടികളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. 22,210 രൂപയാണ് ഒരു മാസം ഒരു ടോളിന് ആവശ്യപ്പെടുന്നത്. അതായത് 22,210 രൂപ ഒരു മാസത്തേക്ക് ഒരു ടോളിന് വേണ്ടി മാത്രം കെട്ടുക. അതായത് ആ ടോളിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എക്സ്പെൻസ് വരുന്നത് 22,210 രൂപ. റെയിംക, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ ടോളിന്റെ പൈസ മാത്രമാണ്. അതായത് ജനങ്ങൾ അറിയാത്ത കാര്യമാണ് ഇത്. ശരിക്കും ജനങ്ങളുടെ അറിയണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുണ്ടല്ലോ. അതായത് നരേന്ദ്രമോദി സർക്കാർ വലിയ രീതിയിലേക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വലിയ ഘോരം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് ഇത്തരം രീതിയിലേക്ക് ടോള് പിരിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതി, അതായത് അവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു. പണ്ട് ഞാൻ ഡൽഹിക്ക് പോയായിരുന്നു. 6,800 രൂപ ടോളും കൊണ്ട് ഡൽഹിക്ക് 2018 പോയ ഞാൻ. ഇന്ന് ഡൽഹിക്ക് കേരളത്തിൽ നിന്ന് ഒരു വണ്ടി 6 വീല് ശരാശരി ഒരു 6 വീല് വണ്ടി പൈനാപ്പിൾ കയറ്റി പോകണമെങ്കിൽ 13,700 രൂപ ടോളിന് മാത്രം. അതായത് എനിക്കൊരു ചോദ്യമുണ്ട്. ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള റോഡ് ടാക്സ് എന്നുള്ള സംഭവം ഞാൻ കിട്ടുന്നുണ്ട്. ആ റോഡ് എവിടെയെന്നാണ് എൻ്റെ ചോദ്യം. അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ ടോളിൽ ഇപ്പം നിലവിൽ വന്നിട്ട് 33 രൂപയാണ് ഒരു ബസ് ചാർജിൽ ടോളിന് മാത്രമായിട്ട് നമ്മളെ സംസ്ഥാന സർക്കാരിനും കിട്ടാണ്ട് കേന്ദ്ര സർക്കാരിനും കിട്ടാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡ് വെച്ചിട്ട് പ്രൈവറ്റ് കമ്പനികൾ ഇവിടുന്ന് ഊറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ശരാശരി ഒരു ബസ് ഒരു ട്രക്ക് ഓണർ കൂടിയാണ്. ഒരു 6 വീല് വണ്ടിക്ക് ഞാൻ ശരാശരി 3 മാസം കൂടും 6,710 രൂപയാണ് ടാക്സ് കെട്ടുന്നുണ്ട്. എൻ്റെ റോഡ് എവിടെ? ഓരോ ടോളുകൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ടോളിന് കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ 215, 345, 525 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും. വല്ലാത്ത രീതിയിലേക്ക് കഷ്ടപ്പാടാണ്. ഭയങ്കര കഷ്ടപ്പാടാ. ജീവിക്കാൻ കഴിയുന്നില്ല. ഇതൊക്കെ പറയും. അതുപോലെ തന്നെ ഞങ്ങളെ കുടുംബം വല്ലാത്ത പട്ടിണിയില്ല. പക്ഷെ എന്നാലും മോദി വരണം. അത് വല്ലാത്ത സംഭവമായിട്ടാണ് ശരിക്കും. അതായത് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മളെ പറ്റിക്കുകയാണെന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത ജീവിതം. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടേ ഇല്ല. നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് തൃശ്ശൂർ ഹൈവേയിലാണ്. ഞാൻ പന്നിയങ്കര ടോളിൻ്റെ മുന്നിലാണ്. പെട്രോളിനും ഡീസലിനും അല്ലാതെ എങ്ങനെയാണ് അവശ്യ സാധനങ്ങൾക്ക് വില വർദ്ധിക്കുന്നു എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ജനങ്ങളുടെ മുന്നിലേക്ക് ഞാൻ പങ്കുവെക്കുന്നത്. സാധാരണ വിലക്കയറ്റം എല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ വിലക്കയറ്റം എങ്ങനെയാണ് വരുന്നത് എന്ന് ചർച്ച ചെയ്യാത്തൊരവസ്ഥ ഇന്ന് നിലവിലുണ്ട്. റഹീംക, നമസ്കാരം. നമസ്കാരം. നമ്മളെ ബാക്കിൽ ഈ കാണുന്നത് വലിയൊരു ബോർഡാണല്ലേ? വലിയ ബോർഡല്ല അല്ലേ? അതായത് ഈ കണക്ക് പറയണതിൻ്റെ മുമ്പ് കോമൂത്രം ചാണകം തിന്നുന്നവർക്ക് ഈ കണക്ക് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കാരണം ഇതൊരു കണക്കാണ് ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പറ്റുന്നത്. അതായത് ഇനി ഇവിടെ 2026 ആവുമ്പോൾ എന്തുകൊണ്ടാണ് ഗോമൂത്രം ചാണകം എന്ന് പറയുന്നത്? അതായത് തനി ചാണകങ്ങളിന് ഞാനും ചാണകം നീയും ചാണകം എന്ന് പറയുന്ന ആൾക്കാരാണ് ഇന്ന് നമ്മളെ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർക്കിത് ചിലപ്പോൾ ഈ ചാണകം തിന്നണവർക്ക് ബുദ്ധി ഉണ്ടായിക്കൊള്ളണമെന്നില്ല. റേഷനറി മേടിച്ചിട്ട് തിന്നണവനിക്കിത് ചിലപ്പോൾ മനസ്സിലാവും. കാരണം ഇനി 2026 ആകുമ്പോൾ കാസർഗോഡ് തൊട്ടിട്ട് നമ്മളെ തിരുവനന്തപുരം വരെ 11 ടോള് 220 രൂപ വെച്ചിട്ട്. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് നമ്മളിപ്പോ ഇന്ന് ഇവിടെ ജനങ്ങൾക്ക് കാണിക്കുന്നത്. എങ്ങനെയാണ് വിലക്കയറ്റം വരുന്നത്, എങ്ങനെയാണ് ഇത്രയേറെ വിലകൾ വരുന്നത്? അതായത് എല്ലാവരും പറയും പെട്രോള് ഡീസൽ എന്നുള്ളതൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് എങ്ങനെയാണ് വിലക്കയറ്റം സംഭവിക്കുന്നത് എന്നതിന് ഏറ്റവും വലിയ തെളിവാണ് ജനങ്ങളിലേക്ക് പങ്കുവെക്കുന്നത്. ഏറ്റവും വലിയ തെളിവ് പങ്കുവെക്കുമ്പോൾ ചരക്ക് ഗതാഗതത്തിനും എത്രയാണ് അവശ്യ സാധനങ്ങൾക്ക് എങ്ങനെയാണ് വില കൂടുക എന്നുള്ളതിനാണ് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നത്. മറ്റ് ബസ് സർവീസും മറ്റുള്ള സംഭവങ്ങളൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ ചരക്ക് വിഭാഗത്തിന് എങ്ങനെയാണ് പണം കൂടുന്നത്? സാധാരണ പാവപ്പെട്ട ലോറി ഡ്രൈവർമാരൊക്കെ രാവിലെ മുഴിച്ച് വൈകുന്നേരം വരെ ഓടി ടാക്സും കെട്ടി ഇൻഷുറൻസും കെട്ടി ഒക്കെ പോകുമ്പോഴും എങ്ങനെയാണ് അതിൻ്റെ പുറകിൽ വലിയൊരു കൊള്ള നടക്കുന്നുണ്ട്. ആ കൊള്ളയാണ് ജനങ്ങളുടെ മുന്നിലേക്ക് തുറന്നു കാണിക്കുന്നത്.
സാധാരണ വണ്ടികൾ യാത്ര ചെയ്യാൻ, കാറടക്കമുള്ള വണ്ടികൾ യാത്ര ചെയ്യാൻ 110 രൂപയാണ് ഒരു സൈഡിന് അവർ ചാർജ് ചെയ്യുന്നത്. 3605 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. അതായത് എയ്സ് പോലെയുള്ള ചരക്ക് ഗതാഗതം നടത്തുന്ന ചെറിയ വണ്ടികൾ 165 രൂപയാണ് ഒരു സൈഡിന് വരുന്നത്. 5575 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. ബസ്, ലോറി അടക്കമുള്ള സംഭവങ്ങൾ 340 രൂപയാണ് ഒരു സൈഡിന് വരുന്നത്. 11300 രൂപയാണ് ഒരു മാസത്തേക്ക് വരുന്നത്. ചരക്ക് ഗതാഗതം നടത്തുന്ന വലിയ വണ്ടികൾ, അതായത് 6 വീല് 8 വീല് വണ്ടികൾ 515 രൂപയാണ് ഒരു സൈഡിന് വരുന്നത്. 17,235 രൂപ അവർക്ക് വരുന്നുണ്ട്. അതിലും വലിയ വണ്ടികൾക്ക് 665 രൂപയാണ്. ഇതൊക്കെ ചരക്ക് ഗതാഗതം നടത്തുന്ന വണ്ടികളാണെന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അതിലും വലിയ വണ്ടികൾക്ക് 665 രൂപയാണ് ഒരു സൈഡിന് വരുന്നത്. 22,210 രൂപയാണ് ഒരു മാസം ഒരു ടോളിന് ആവശ്യപ്പെടുന്നത്. അതായത് 22,210 രൂപ ഒരു മാസത്തേക്ക് ഒരു ടോളിന് വേണ്ടി മാത്രം കെട്ടുക. അതായത് ആ ടോളിലൂടെ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് എക്സ്പെൻസ് വരുന്നത് 22,210 രൂപ. ഈ 22,210 രൂപ ഞാനോ നിങ്ങളോ കഴിക്കുന്ന ചോറിന് വരെ, ചോറ് കഴിക്കുന്ന ആളുകളാണല്ലോ നമ്മളൊക്കെ, അപ്പോൾ ആ ചോറിന് വരെ വില വ്യത്യാസം വരും. വില ഒരുപാട്, അതായത് ചാണകം കഴിക്കുന്നവർക്ക് വ്യത്യാസം അറിയില്ല. ഓക്കെ, അപ്പോൾ ചോറ് കഴിക്കുന്നവരുടെ വ്യത്യാസം ഞാൻ ചോദിക്കുന്നത് റഹീംക, നിങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ്. നമ്മൾ ഇപ്പൊ ചർച്ച ചെയ്യുന്ന ഒരൊറ്റ ടോളിന്റെ പൈസ മാത്രമാണ്. അതായത് ജനങ്ങൾ അറിയാത്ത കാര്യമാണ് ഇത്. ശരിക്കും ജനങ്ങളുടെ അറിയണം ഇത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. നിങ്ങൾ സ്ഥിരമായിട്ട് യാത്ര ചെയ്യുന്ന ഒരാളാണ്, ലോറി കൊണ്ട് നടക്കുന്ന ആളാണ്. ഒരു മാസം എങ്ങനെയാണ് ഒരു ലോറിയുടെ കണക്ക് വരെ ഒന്ന് പറയാം? ഒരു ലോറിയുടെ കണക്ക് ഇപ്പൊ ശരാശരി ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മളെ സംസ്ഥാനത്തേക്ക് കിടക്കുന്ന വാളയാറ് മുതലാണ്, കോയമ്പത്തൂരിൽ നിന്നാണ് നമ്മളെ നാട്ടിലേക്ക് എല്ലാ സാധനങ്ങളും വരുന്നത്. ഇപ്പോൾ വരുന്ന വഴിക്ക് നമുക്ക് ഏകദേശം എറണാകുളം വരെയുള്ള കണക്കെടുക്കുക, വാളയാറ് സെയിം റേറ്റാണ്, ഒരു വ്യത്യാസമല്ല. 11,300 രൂപ ഒരു മാസം 50 തവണ എന്ന് പറയുമ്പോൾ ഒരു ലോറിക്ക് എന്തായാലും 50 തവണ പാസ്സാകാൻ കഴിയില്ല, 25 തവണയും പാസ്സാവില്ല. അപ്പോൾ നമ്മൾ റെഗുലറായിട്ട് ഈ 3 ടോളും അപ്പ് ആൻഡ് ഡൗൺ എടുത്തിട്ട് വേണം ഓടാൻ. ഈ അപ്പ് ആൻഡ് ഡൗൺ എടുത്തിട്ട് ഓടുമ്പോൾ നമുക്ക് വരുന്ന റേറ്റുകളുടെ കാര്യങ്ങളും ഇതിൽ എങ്ങനെയാണ് മറ്റേ വിലക്കയറ്റം വരുന്നതെന്നുള്ളത്. ഇപ്പോൾ കോയമ്പത്തൂരിൽ നിന്ന് നമ്മളിപ്പോൾ എറണാകുളത്തേക്ക് വരുന്നത് 12,000 രൂപ വാടകയ്ക്കാണ് ഞങ്ങൾ വരുന്നത്. ഈ 12,000 രൂപ വാടക, 12,000 റുപ്യ വാടകയിൽ ഈ ടോളുകളുടെ എമൗണ്ട് ഒന്ന് കണക്ക് കൂട്ടിക്കഴിഞ്ഞാൽ സാധാരണ 6 വീല് ലോറിക്ക് വരുന്നത് 1,530 രൂപയാണ് വരുന്നത്. അത് 10 വീലിന് വരികയാണെങ്കിൽ 2,325 റുപ്യ ഒരു ടോളിന്. അങ്ങനെ 3 ടോളുകൾ കടന്നു വരുമ്പോൾ ശരാശരി നമ്മളെ സംസ്ഥാനത്തേക്ക് ഈ വാടകളൊക്കെ, ഈ ടോളുകളൊക്കെ വർദ്ധിച്ചിട്ട് വരുമ്പോൾ ഒരു കിലോത്തിന് 10 ടണ്ണ് 12 ടണ്ണ് കയറ്റുന്ന വണ്ടിക്ക് ടോളോടൊക്കെ വരികയാണെങ്കിൽ 1 രൂപ 20 പൈസ, ടോളില്ലാണ്ട് വരികയാണെങ്കിൽ 87 പൈസയാണ് വിലക്കയറ്റത്തിൽ വരുള്ളൂ. ഈ ടോളില്ലെങ്കിൽ 87 പൈസക്ക്, ടോളോടൊക്കെ വരികയാണെങ്കിൽ നമുക്ക് വരുന്നത് 1 രൂപ 20 പൈസ. 19 ടണ്ണ് കയറ്റി വരുന്ന വണ്ടിക്ക് ടോളോടൊക്കെ വരികയാണെങ്കിൽ 90 പൈസ, ടോൾ ഇല്ലാണ്ട് വരികയാണെങ്കിൽ 77 പൈസ. കിലോക്കാണോ? ഒരു കിലോക്ക്. അതായത് ഒരു കിൻഡൽ വരുമ്പോൾ എത്ര വരും എന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ മതി. ജനങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു വിഷയം എന്താ വെച്ചാൽ ഇവിടെ ഡെവലപ്മെന്റ് ഉണ്ടോ എന്ന് ചോദിക്കുന്ന ആളുണ്ടല്ലോ. അതായത് നരേന്ദ്രമോദി സർക്കാർ വലിയ രീതിയിലേക്ക് ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ടുണ്ട് എന്ന് വലിയ ഘോരം പ്രസംഗിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ ഡെവലപ്മെന്റ് കൊണ്ടുവന്നിട്ട് ഇത്തരം രീതിയിലേക്ക് ടോള് പിരിച്ച് ജനങ്ങളെ കൊള്ളയടിക്കുന്ന രീതി, അതായത് അവശ്യ സാധനങ്ങളുടെ വില പിടിച്ചു നിർത്താൻ കഴിയാത്ത അവസ്ഥയിലേക്കുള്ള ഒരു ഉദാഹരണമാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് ക്രൂഡ് ഓയിലിനും പെട്രോളിനും അല്ലാണ്ട് ഡീസലിനും അല്ലാണ്ട് ഈ ടോൾ വർധനവിലാണ് നമുക്ക് ഏറ്റവും ഈ 10 വർഷത്തിൻ്റെ ഉള്ളിൽ. പണ്ട് ഞാൻ ഡൽഹിക്ക് പോയായിരുന്നു, 6,800 റുപ്യ ടോളും കൊണ്ട് ഡൽഹിക്ക് 2018 പോയ ഞാൻ. ഇന്ന് ഡൽഹിക്ക് കേരളത്തിൽ നിന്ന് ഒരു വണ്ടി 6 വീല്, ശരാശരി ഒരു 6 വീല് വണ്ടി പൈനാപ്പിൾ കയറ്റി പോണെങ്കിൽ 13,700 റുപ്യ ടോളിന് മാത്രം. വികസനം പറയുമ്പോൾ ഇതുകൂടെ ഒന്ന് ആലോചിച്ചാൽ മതി. എനിക്ക് വലിയൊരു സംഭവമുണ്ട്, അതായത് ഇത് ചോദിക്കേണ്ട സംഭവം എന്ന് വെച്ചാൽ ഈ ഇത്രയും രീതിയിലേക്ക്, അതായത് തലയിൽ ചോറ് നിന്ന് അല്ലെ തലയിൽ ശരിക്കും തലച്ചോറുള്ള ആളുകൾക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവും. അതായത് ഈ ഒരു വണ്ടിക്ക് ഇത്രയേറെ ബാധ്യത വരുമ്പോൾ ഒരു ടോളിനാണ് ഈ പറയുന്നത്. അതായത് 10 ടോൾ കയറുവാണെങ്കിൽ 10 ഇപ്പോൾ 11,300 എന്ന് പറയുമ്പോൾ 10 ടോളാകുമ്പോൾ 1,13,000 രൂപയായി. പിന്നെ അതായത് ഇന്ന് ശരാശരി സിമെന്റിന്റെ വില അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഈ സിമെന്റ് വണ്ടികൾ കംപ്ലീറ്റ് ഓടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പം എംസാൻഡ് ടിപ്പറുകളാണെങ്കിലും അപ്പ് ആൻഡ് ഡൗൺ ആണ്. ഇവരൊക്കെ അപ്പ് ആൻഡ് ഡൗൺ പോകുമ്പോൾ ഒരു മാസം 15 ട്രിപ്പാണ് ഇവർക്ക് എടുക്കാൻ പറ്റുള്ളൂ. ഈ ഒരു മാസം 15 ട്രിപ്പ് എടുക്കണമെങ്കിൽ ഈ പറയുന്ന 11,300 റുപ്യയിൽ നിൽക്കില്ല. അതിൻ്റെ ഡബിള് ചാർജ്, അതായത് 510 റുപ്യ വെച്ചിട്ട് 15 ട്രിപ്പാണ് ഇവരെ ഓടുന്നത്. ഈ 3 ടോള് പാസ്സായി വരുമ്പോൾ 1,530 രൂപയാണ് നമുക്ക്
6 വീല് ലോറിക്ക് വരുന്നത്. ഒരു മാസം 15 ട്രിപ്പ് ഓടുകയാണ്. 15 ട്രിപ്പിന് 15,530 രൂപ വെച്ചിട്ട് 15 ട്രിപ്പ് ഓടുകയാണ്. ഈ വാടകയിൽ എത്ര രൂപ ടോളിന് മാത്രം കൊടുക്കേണ്ടതെന്ന് ശരാശരി ഒരു മനുഷ്യൻ കണക്കൂട്ടിയാൽ മതി. ഇനി ചെറുതായിട്ട് എനിക്കൊരു ചോദ്യം, ജനങ്ങൾക്ക് വിട്ടുകയാണ് ഈ ക്വസ്റ്റ്യൻ. അതായത് ഇത്രയേറെ ടോൾ കൊടുക്കുന്നു, 10,000 കണക്കിനൊക്കെ ടോൾ കൊടുക്കുന്നത്. അതായത് എനിക്കൊരു ചോദ്യമുണ്ട്, ഞാനൊരു വണ്ടി എടുക്കുമ്പോൾ എനിക്ക് യാത്ര ചെയ്യാനുള്ള റോഡ് ടാക്സ് എന്നുള്ള സംഭവം ഞാൻ കിട്ടുന്നുണ്ട്. ആ റോഡ് എവിടെയെന്നാണ് എൻ്റെ ചോദ്യം. ആ റോഡില്ല സംസ്ഥാനത്തിന്. ഇപ്പോൾ എറണാകുളത്ത് നിന്ന് ഒരു ബസ്സിൽ ഒരു യാത്രക്കാരൻ കോയമ്പത്തൂർക്ക് പോവുകയാണെന്ന് വെച്ചോളെ, KSRTC ബസ്സാണ് നിത്യമായിട്ട് അവർ ഉപയോഗിക്കുക. ഈ ടോൾ ഇല്ലാണ്ട് ഒരു ബസ് യാത്രക്കാരൻ ബസ് പാസ്സായിട്ട് പോവുകയാണെങ്കിൽ അവർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞുതരാം. ഈ ടോളിൽ ഇപ്പം നിലവിൽ വന്നിട്ട് 33 രൂപയാണ് ഒരു ബസ് ചാർജിൽ ടോളിന് മാത്രമായിട്ട് നമ്മളെ സംസ്ഥാന സർക്കാരിനും കിട്ടാണ്ട് കേന്ദ്ര സർക്കാരിനും കിട്ടാണ്ട് കേന്ദ്ര സർക്കാരിൻ്റെ ബോർഡ് വെച്ചിട്ട് പ്രൈവറ്റ് കമ്പനികൾ ഇവിടുന്ന് ഊറ്റി കൊണ്ടുപോകുന്നത്. അങ്ങനെയാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഞാൻ ശരാശരി ഒരു ബസ് ഒരു ട്രക്ക് ഓണർ കൂടിയാണ്. ഒരു 6 വീൽ വണ്ടിക്ക് ഞാൻ ശരാശരി 3 മാസം കൂടുമ്പോൾ 6,710 രൂപയാണ് ടാക്സ് കെട്ടുന്നുണ്ട്. എൻ്റെ കേരളത്തിൽ എൻ്റെ റോഡ് എവിടെ? കേരളത്തിൻ്റെ റോഡ് എവിടെ? കേരളത്തിൽ നിന്ന് പുറത്തേക്ക് പോകാൻ, അതായത് കോയമ്പത്തൂർക്ക് പോകാൻ എൻ്റെ റോഡ് എവിടെ? ഞാൻ എന്തിനാണ് ഇത്രയും ടാക്സ് 3 മാസം കൂടുമ്പോൾ സർക്കാരിന് കെട്ടേണ്ട ആവശ്യം? കാരണം ടോള് മാത്രമാണ്, ടാക്സിന്റെ ഡബിളാണ് ടോള് മാത്രം. അതായത് നമ്മളൊക്കെ കൊടുക്കുന്ന പണത്തിന്റെ റോഡ് എവിടെ എന്ന് ചോദിച്ചാൽ റോഡില്ല. അതായത് നമ്മളൊക്കെ പറയുമ്പോൾ വലിയ രീതിയിലേക്ക് ഡെവലപ്മെന്റ് ഉണ്ടായിട്ടുണ്ട്, വലിയ രീതിയിലേക്ക് ഞാൻ പറയുന്നത് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എപ്പോഴും പറയുന്ന വിഷയം എന്താ വെച്ചാൽ വലിയ രീതിയിലേക്ക് നരേന്ദ്രമോദി സർക്കാർ വലിയ രീതിയിലേക്ക് വികസനം കൊണ്ടുവന്നുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഞാൻ പറയുന്നത് റോഡുകൾ, നമ്മളുടെ ടാക്സ് കൊടുക്കുന്ന റോഡുകൾ എവിടെ? ആ റോഡിന് പകരം ശരിക്കും നല്ല രീതിയിലേക്ക് കൊള്ളയടിച്ചുകൊണ്ടിരിക്കുകയാണ്. ശരിക്കും എത്ര രൂപയാണ് ജനങ്ങളുടെ കയ്യിൽ നിന്ന് കൊള്ളയടിക്കുന്നത്? അപ്പോൾ സാധാരണ ഒരു ലോറി ഡ്രൈവറുടെ പ്രശ്നം മാത്രമാണ് പറയുന്നത്, ഒരു ലോറി ഓടുന്നതിൻ്റെ കണക്കുകൾ മാത്രമാണ് നമ്മൾ പങ്കുവെക്കുന്നത്. അല്ല, അതിലപ്പുറത്തേക്ക് വേറെ വലിയ സംഭവമുണ്ട്. അതായത് ഈ സംഭവം കൂടാൻ വേണ്ടി പോവാണ്. ഇനി അതാണ് ഇത് ഏറ്റവും കൂടുതൽ നമ്മളെ മംഗലാപുരം താൽപ്പാടി തൊട്ടിട്ട് കാസർഗോഡ് തിരുവനന്തപുരം വരെ 11 ടോളാണ് വരാൻ പോകുന്നത്. 11 ടോൾ വൺ സൈഡ് 220 റുപ്യ വെച്ചിട്ട് ഇന്ന് തിരുവനന്തപുരത്ത് നിന്ന് KSRTCയിൽ കയറിയിട്ട് കോഴിക്കോട്ടേക്ക് ഒരു യാത്രക്കാരൻ വരുന്നുണ്ടെങ്കിൽ ഇന്നത്തെ ചാർജും ഈ 11 ടോൾ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ബസ് ചാർജ്, അതായത് KSRTCക്ക് മാത്രമല്ല ബസ് ചാർജ് വർദ്ധിപ്പിക്കുക. KSRTC ഓർമ്മയുണ്ടെങ്കിലും അത് ഈ കേരളത്തിലുള്ള എല്ലാ പ്രൈവറ്റ് ബസ്സുകൾക്കും ഒരേ നിരക്കിൽ വർദ്ധിപ്പിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ആ റൂട്ടിൽ ഓർമ്മയാണ്, ഞങ്ങൾക്ക് ഇവിടെ വേണ്ട, ഞങ്ങൾക്ക് അത് മതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളും സമ്മതിക്കില്ല. കാരണം KSRTC 2 രൂപ വർദ്ധിപ്പിച്ചാൽ അത് പ്രൈവറ്റ് ബസ്സിന് വർദ്ധിപ്പിക്കും. ഇപ്പോൾ ഈ പ്രൈവറ്റ് ബസ്സുകളായിക്കോട്ടെ, ഈ KSRTCയാണ് ഏറ്റവും കൂടുതൽ ഇവിടുന്ന് അന്യ സംസ്ഥാനത്തേക്ക് ഈ റൂട്ടിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് ഇപ്പം ഇതിൻ്റെ അടക്കം നമ്മൾ സോഷ്യൽ മീഡിയയിൽ കണ്ടാണ്, എയർ ബസ്സുകൾ ബാംഗ്ലൂരിലേക്ക് അമിത ചാർജ് ഈടാക്കുന്നു. എല്ലാവരും ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. മദ്രാസൊക്കെ പോകുന്ന ഒരു എയർ ബസ്സുകാർ അമിത ചാർജ് കൂടെ എങ്ങനെ ഈടാക്കണമെന്നുള്ളത് ഇപ്പോൾ ആരും ചിന്തിക്കുന്നില്ല. കാരണം പ്രതിവർഷം ഓരോ ടോളുകൾ ഇവിടെ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഓരോ ടോളിന് കൊടുക്കുന്ന പൈസ പറഞ്ഞാൽ 215, 345, 525 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് നിസ്സാരമായിരിക്കും. പക്ഷേ ഒരു ബസ് യാത്രക്കാരനോ അല്ലെങ്കിൽ ഒരു ബസ് മുതലാളിക്കോ ടോളുകൾ ഒരു ദിവസം ഇല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഓരോ ടോൾ വർദ്ധിക്കുമ്പോൾ ശരാശരി ബസ് ചാർജ് വർദ്ധിച്ചുകൊണ്ട്. തീർച്ചയായും. അപ്പോൾ വിലക്കയറ്റം എങ്ങനെയാണ് ഇത്രയേറെ വരുന്നത്, വിലക്കയറ്റം എങ്ങനെയാണ് ഇത്രയേറെ രീതിയിലേക്ക് വരുന്നത് എന്നതിന് ഏറ്റവും വലിയ ഉദാഹരണമായിരിക്കും ഇത്. അല്ല, അതിനപ്പുറത്തേക്ക് വേറെ വലിയ പ്രശ്നം അല്ല റഹീംക്ക്, അതിനപ്പുറത്ത് വലിയൊരു പ്രശ്നം എന്ന് അറിയോ? ഈ വിലക്കയറ്റം ഇത്രയേറെ കൂടിയിട്ടും അവർക്ക് വിലക്കയറ്റം പ്രശ്നമേ ഇല്ല. അതായത് ഏറ്റവും വലിയ പ്രശ്നം ജീവിക്കാൻ കഴിയുന്നില്ല, ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയുന്നില്ല, വളരെയധികം കഷ്ടപ്പാടിലാണ്, വീടൊക്കെ കഴിഞ്ഞു പോകുന്ന വല്ലാത്ത വിഷമത്തിലാണ്. പക്ഷെ എന്നാലും മോദി വരണം, എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് നമ്മളുടെ വേർപ്പ് നിന്ന് സാധാരണക്കാരനക്ക് വേറെ കാര്യമുണ്ട്. അതായത് വലിയൊരു സംഭവമുണ്ട്. അതായത് വല്ലാത്ത രീതിയിലേക്ക് കഷ്ടപ്പാടാണ്, ഭയങ്കര കഷ്ടപ്പാടാ, ജീവിക്കാൻ കഴിയുന്നില്ല, ഇതൊക്കെ പറയും. അതുപോലെ തന്നെ ഞങ്ങളെ കുടുംബം വല്ലാത്ത പട്ടിണിയില്ല, പക്ഷെ എന്നാലും മോദി വരണം. അത് വല്ലാത്ത സംഭവമായിട്ടാ ശരിക്കും. അതായത് ജനങ്ങൾക്ക് സ്വന്തമായിട്ട് നമ്മളെ പറ്റിക്കുകയാണെന്നുള്ള തോന്നൽ പോലും ഇല്ലാത്ത ജീവിതം. ഇങ്ങനെ ഒരു അവസ്ഥ ഇന്ത്യയിൽ ഉണ്ടായിട്ടേയില്ല. അതായത് 10 പൈസ കൂടുമ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തുന്ന ആളുകൾ, 1 രൂപ കൂടുമ്പോൾ പ്രതിഷേധം രേഖപ്പെടുത്തി സർക്കാരിനെ താഴെ ഇറക്കുന്ന ആളുകൾ, അവരാണ് ഈ പറയുന്നത്
കഷ്ടപ്പാടാട്ടോ. ഗ്യാസിനൊക്കെ വലിയ ലെവല് ഭയങ്കര വില കൂടിയുണ്ട് കേട്ടോ. പക്ഷേ എന്നാലും മോദി വരണം, മോദി സർക്കാർ വരണം. വലിയ ഡെവലപ്മെന്റുകളല്ലേ 10 വർഷം കൊണ്ട് ഈ രാജ്യത്തിന്റെ അടിത്തറ ഇളക്കി കൊടുത്തിട്ട് സകല സമ്പത്തുകളും പുറത്തെ ആൾക്കാർക്ക് വിറ്റിട്ട് ഇപ്പൊ ഈ റോഡുകൾ കൊടുത്തിട്ട് ഇപ്പൊ ഈ സാധാരണക്കാരന് ഇന്ന് ഉപ്പ് തൊട്ട് കൽപ്പൂരം വരെ വില കയറ്റി തന്ന ബോർഡാണ് ഈ കാണുന്നത്. ഇത് ഒരു ടോൾ മാത്രമല്ല, ഈ രാജ്യത്ത് ഇനി 11 ടോളാണ് ഈ സംസ്ഥാനത്ത് വരാൻ പോകുന്നത്. ഈ 11 ടോൾ ഈ സംസ്ഥാനത്ത് വന്നു കഴിഞ്ഞാൽ 2026 ആകുമ്പോൾ ഇന്നത്തെ വിലയും അന്നത്തെ വിലയും, ഇന്നത്തെ ബസ് ചാർജും അന്നത്തെ ബസ് ചാർജും നിങ്ങൾ കണക്കൂട്ടിയാൽ മനസ്സിലാവും. അപ്പോൾ എന്തായാലും വിലക്കയറ്റം എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് ജനങ്ങളിലേക്ക് പങ്കുവെച്ചത്. ജനങ്ങൾ ശരിക്കും ചിന്തിക്കണം. കാര്യം വികസനം വേണം, വേണ്ട എന്നല്ല പറയുന്നത്. പക്ഷേ ജനങ്ങളെ കൊള്ളയടിച്ച് വികസനം നടത്തരുത്. നന്ദി, നമസ്കാരം.